എന്നിട്ട് പ്രാർത്ഥിച്ചാ വിടുതലുണ്ട്. വിടുതൽ വേണോ? വേണോ? വേണം. വേണ്ട? വേണം. വേണം. ഇവിടെ നോക്കിക്കേ. നിങ്ങൾ രാവിലെ ഇവിടെ ഇരുന്നപ്പം ഞാൻ നിങ്ങളുടെ തലയ്ക്ക് മേളിൽ കൊല്ലം എന്ന് എഴുതി കണ്ടു. നിങ്ങൾ എവിടുന്നാ വരുന്നത്? കൊല്ലത്തുനിന്നാ വരുന്നത്. ആരെ വിളിച്ചിട്ടാ വന്നത്? ഏത് പ്രെയർ ലൈൻ? ആദ്യമായിട്ടല്ലേ വരുന്നത്? ഏത് ഏത് പ്രെയർ ലൈൻ? ആരെ? നിങ്ങളുടെ പ്രെയർ ലൈനിലാണോ വിളിച്ചത്? ഓക്കെ. വിഷയങ്ങൾ വല്ലതും പറഞ്ഞോ അവിടെ? പറഞ്ഞില്ല. പറഞ്ഞോ? ഇല്ല. ഇത്ര പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ടുണ്ടോ? 3 വിഷയത്തിൻ്റെ അകത്ത് ഞെരുങ്ങിയാ നിൽക്കുന്നത്. മറുപടിയില്ല. ആണെങ്കിൽ ആണ്, അല്ലല്ലോ ആന്ന്. ഇന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ നിൽക്കുമ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ വീടും വസ്തുവുമായി ബന്ധപ്പെട്ട ഒരു മറുപടി അത് വായിക്കാൻ പോകുന്നത് പറയാൻ. അയക്കണ്ടേ? ഞാൻ അവിടെ ഇരുന്നപ്പോൾ എന്നെ സജി എന്ന് കാണിച്ചു. അവിടെ ഓടി വന്ന് ചോദിച്ചാൽ സജി എന്നാണ്. സജീവ് എന്ന് പറഞ്ഞു. വന്നില്ല. സജീവ് ബ്രദറെ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നെങ്കിലും തകർന്നവനായിട്ടാണ് നിൽക്കുന്നത്. ഒത്തിരി തകർന്നാണ് നിൽക്കുന്നത്. നല്ലവണ്ണം വേദനപ്പെട്ടാണ് നിൽക്കുന്നത്. പുറത്തുപോലും പറയാൻ മറുപടി ഇല്ലാതെ ഒത്തിരി വിഷമിച്ചാണ് നിൽക്കുന്നത്. ഇന്ന് ഇതിൻ്റെ അകത്തൊരു മറുപടിയും കൊണ്ടേ പോകത്തുള്ളൂ. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് ഇന്നടിക്കും. ഇന്നടിക്കുന്ന കാറ്റ് കൊല്ലത്തേക്കായി ഇന്ന് കാറ്റടിക്കുന്നു. കൊല്ലത്തൂന്ന് വന്നവരെല്ലാം പ്രാർത്ഥിച്ചോണോ, ഇന്ന് നിങ്ങളുടെ എല്ലാ വിഷയത്തിനും മറുപടിയായിരുന്നു. കൊല്ലംകാരൊക്കെ ഉണ്ട്, ആഞ്ഞു പ്രാർത്ഥിച്ചോണോ, ഇന്ന് നിങ്ങൾക്കുള്ള ഈ ആടിക്കുന്ന കാറ്റ് കൊല്ലത്തേക്ക് പോകും. രണ്ട് മക്കളാണോ? ആണോ? അതെ, 2 മക്കളെ കണ്ടു. അതിൽ ഈ മൂത്തയാൾ എന്ത് ചെയ്യുന്നു? ഹോട്ടൽ മാനേജ്മെന്റ്. പക്ഷെ കാര്യമായിട്ടുള്ള ഒന്നും ഇല്ലല്ലോ. ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല. കാരണം അവൻ അവിടെ നിൽക്കും. ഞാനിങ്ങനെ ഈ പറയാൻ കാര്യം, ഈ വ്യക്തിയെ കാണിച്ചു. ഈ പുള്ളി അതൊക്കെ പഠിച്ച ആളാ. ഈ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആളാ. ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചതാ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും. രണ്ടാമത്തെ ആള് മോള് കമ്പ്യൂട്ടർ പഠിച്ച് മോൻ്റെ കൂടെ തന്നെ റിസപ്ഷനിൽ. അതും ഇല്ല. ഓ, 10 രൂപയ്ക്ക് അതെന്തോ ആകാനാ? 10 രൂപ തന്നെ. 10 രൂപ. താമസിക്കുന്ന വീട് നിങ്ങളുടെയാണോ? നിങ്ങളുടെ കുടുംബമൊന്നും അല്ല, നിങ്ങൾ വാങ്ങിച്ചതാ, മേടിച്ചതാ. അതിന്റെ മേലെ ഒരു കുരുക്കുണ്ടല്ലോ. പൊട്ടിക്കട്ടെ? പൊട്ടിക്കണോ? ശരി, നിങ്ങളുടെ വീട്ടിലോട്ട് വരുവാ. വരട്ടെ? ചാൻ വരണ്ടെന്ന് പറഞ്ഞോണ്ട് ഞാൻ വരും. കൊല്ലമെന്നും പറഞ്ഞെങ്കിലും കൊല്ലം സിറ്റി ഒന്നുമല്ല ഞാൻ കാണുന്നത്. മൺട്രോത്ത്. കാരണം വെള്ളക്കെട്ടുകളൊക്കെ നിറഞ്ഞ സ്ഥലമാണ്. ആ, എവിടാന്നാ പറഞ്ഞ? ഈ വെള്ളക്കെട്ടുള്ള ഏതാ സ്ഥലം? അല്ല, അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. എന്തോന്നാ? മൺട്രോത്തുരുത്ത്. ആഹാ, അവിടാണ് എൻ്റെ ഒരു ടാർഗറ്റ്. ഷീജാൻറ്റി അറിയാവോ സ്ഥലം? അറിയാം. ശരി, നിങ്ങളുടെ നാട്ടുകാരിയാ, മൺട്രോത്തുരുത്തുകാരിയാ. വേണേ കണ്ടോ?
ഞാൻ മൺറോ തുരുത്തെന്ന് പറയുമ്പം എന്നെ കർത്താവ് കാണിക്കുന്ന ഒരു കാഴ്ച ഞാൻ പറയാം. നമ്മൾ പോയ ഏറിയ ഉണ്ടല്ലോ മൺറോ തുരുത്ത്, റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. റെയിൽവേ സ്റ്റേഷൻ്റെ ഇങ്ങേപ്പുറത്തൂടെ കിടക്കുന്ന ഒരു റോഡാണ് ഞാൻ കാണുന്നത്. ഇപ്പം ഞങ്ങൾ ആ ഏറിയയിലാണ് പോയത്. ഇനി ഈ പോയെന്ന് പറയുമ്പോൾ ഇപ്പോഴൊന്നും അല്ല, ഇപ്പം എത്ര മാസമായി? 1 വർഷമാണ്ടായി. കറങ്ങാൻ പോയെന്നേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചില്ല. ഞാൻ പ്രത്യേകിച്ച് കറങ്ങിയില്ല. ഞാൻ ആ ബോട്ടിൽ കിടന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ എനിക്ക് മൊത്തത്തിൽ കിടന്ന് കറങ്ങുമായിരുന്നു അവിടെ കണ്ടിട്ട്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടന്നില്ല. എന്നെ കർത്താവ് കാണിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വെള്ളത്തിൽ കൂടി, ഇപ്പം ഞാൻ മൺറോ തുരുത്തെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവിടെ വെള്ളക്കെട്ടിൻ്റെ നടുക്കൂടുള്ള റോഡാണ് നിങ്ങളുടെയും റോഡ്. അതൊക്കെ തന്നെയാണ് ആണോ? വെള്ളത്തിനകത്ത് കിടക്കുന്ന റോഡാണ്. എന്നുവെച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരു സൈഡ് 6 അതെ അതെ, ഒരു സൈഡ് 6, മറു സൈഡ് ഈ കണ്ടം പോലെ കിടക്കുന്ന ഒരു സംഭവമാണ് ഞാൻ കാണാണോ സജി ചേട്ടാ? അതെ, ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഏകദേശം എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു, ഈ മൺറോ തുരുത്തെന്ന് പറഞ്ഞെടുത്തു ഏകദേശം ഒരു 2 കിലോമീറ്റർ അകത്താണോ നിങ്ങളുടെ വീട്? ചേട്ടനോട് ചോര് ആണോ? 2 കിലോമീറ്റർ അകത്താണ് കിടക്കുന്നത്. ഇവിടെ വന്ന് വാങ്ങിച്ചതിന്റെ ഉദ്ദേശം എന്നാ? അവിടെ വന്ന് സ്ഥലം വാങ്ങിച്ചതിന്റെ ഉദ്ദേശം എന്നാ? അവിടെ തന്നെയാ തന്നെയാ, അതുകൊണ്ടാണ് അവിടെ വാങ്ങിച്ചത്. അങ്ങനെ വഴിക്കുക. നിങ്ങളുടെ സ്ഥലം എവിടെ? എന്ത് ചെയ്താലും സജിച്ചേട്ട രക്ഷപ്പെടാത്ത അനുഭവം അതിൻ്റെ അകത്ത്. നിങ്ങൾ എത്രയൊക്കെ സ്വരൂപിച്ച് കൂട്ടിയാലും അതിൻ്റെ അകത്ത് കയറുമ്പോൾ ഒന്നും കാണുകയില്ല. ആണോ? ഒന്നും കാണുകയില്ല. ഓരോ ദിവസം തള്ളി നീങ്ങുമെന്നല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറയാം, ഈ കർത്താവുമായിട്ട് ചേർന്ന് നിന്നോ, ഇന്നൊരു വലിയൊരു അത്ഭുതം നടക്കും. നിങ്ങളുടെ പേരെന്നാ? സുമ. ആ പേരുള്ള ആരോ ഇതിനകത്തുണ്ടോ? ഇല്ല, ഉണ്ട്. എഴുന്നേറ്റോ. ആദ്യമായിട്ടാണോ വരുന്നത്? സുമ ആദ്യമായിട്ടാണ് വരുന്നത്. എഴുന്നേറ്റോ. എവിടുന്നാ വരുന്നേ? തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട്. ബാ, വാത്തൻകോടുകൾ ഇങ്ങ് വന്നേ. ഇതെങ്ങനെ ഡീൽ ചെയ്യും? ഫെബിനില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമാണല്ലോ. ഇതെങ്ങനെ ഡീൽ ചെയ്യും? ഇത് ഇങ്ങോട്ട് നീങ്ങിയെന്ന് വെച്ചാ ഡീൽ ചെയ്യാവോ? നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഇല്ല. വാത്തൻകോട് പോത്തനല്ല, പോത്തൻ. മനസ്സിലായി? നമ്മൾ പറയും പോത്തൻകോട്. ഇവരോട് ശരിക്കും ശ്രദ്ധിച്ചാൽ അവർ പറയും എന്തോടെ അണ്ണച്ചി പറയുന്നേ? എങ്ങനെ ഇരിയാലും അങ്ങനെ വരും. നിങ്ങളുടെയും വീടുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ മേൽ ഇന്ന് ദൈവം ഒരു മറുപടി അയക്കും. ആണോ? അതെ. അതിനൊന്നൊരു മറുപടിയുണ്ട്. രാവിലെ ദൈവം എന്നോട് പറഞ്ഞ തിരുവനന്തപുരമൊന്നും കൊല്ലമൊന്നും പറഞ്ഞു. ഞാൻ ആരാണ്ടോടൊക്കെ വന്ന് ചോദിച്ചു. ഇവിടെ സുരതാൻ്റെയോടും ചന്ദ്രനോടും തിരുവനന്തപുരത്തൊന്നും കൊല്ലത്തൊന്നും ആൾ വന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇന്ന് ദൈവം എന്നോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞു. സുമ സിസ്റ്ററെ, ഞാൻ വരുന്നു. 2 സുമയുടെ ഈ സുമയോട് ഒന്ന് വരും, അങ്ങോട്ട് വരുവാ. വെയിറ്റ്. സുമ സിസ്റ്ററെ, പരിശുദ്ധാത്മാവിന് നിങ്ങൾ 3 വിഷയത്തിൻ്റെ അകത്താണ് നിൽക്കുന്നത്. അതെ. കർത്താവ് എന്നോട് പറയാൻ പറഞ്ഞു, നിങ്ങളുടെ ഒരു മേജർ വിഷയത്തെ ഇന്ന് പരിഹരിക്കും. ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ദൈവം ഒന്നൊരു സെറ്റിൽമെന്റ് ചെയ്യും. വീടുമായി ബന്ധപ്പെട്ട് ഒരു സെറ്റിൽമെന്റ് ചെയ്യും. നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ തലമുറ ഒരു സെറ്റിൽമെന്റ് ദൈവം ചെയ്യും. ഓക്കെ. പ്രോപ്പർ പോത്തൻകോട് അല്ല. പോത്തൻകോട് നിന്ന് എത്ര ദൂരം പോകണം? 2 കിലോമീറ്റർ. എത്ര? 2 കിലോമീറ്റർ. നമ്മുടെ എത്ര? 2. ഇവിടെ ഉണ്ട്. ഞാൻ ഈ ചോദിക്കുമ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചോണം. 2 ബിന്ദുക്കളെ ഒരുമിച്ച് പിടിച്ച് നിർത്തി 2 ബിന്ദുക്കളുടെ മേൽ വിടുതലുണ്ടായി. 2 സുമമാരെ ഒരുമിച്ച് പിടിച്ച് നിർത്തുക. ആരിതിൻ്റെ അകത്ത് വിടുതലും കൊണ്ടുപോകുമെന്ന് എനിക്കറിയത്തില്ല. വേണമെങ്കിൽ കൊണ്ടുപോക്കണം.
പ്രവചിക്കാനേ എനിക്ക് പറ്റൂ. കർത്താവ് എന്നോട് പറയുന്നത് ഞാൻ പറയും. പക്ഷെ വിശ്വാസത്താൽ നേടിയെടുക്കേണ്ട നിങ്ങളാ. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഇവർക്ക് വേണ്ട എങ്കിൽ നിങ്ങൾ കൊണ്ടുപോക്കണം. തെങ്ങും തോപ്പൊട്ടാകട്ടെ. ഷാപ്പല്ല, തെങ്ങും തോപ്പ്. അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങോട്ട് ദഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എനിക്കത് ദഹിക്കണമെങ്കിൽ ഇച്ചിരി സമയമെടുക്കും. നമ്മുടെ വീട്ടിലാണോ താമസിക്കുന്നത്? അതെ. എത്ര മുറിയുണ്ട്? 2 മുറിയേ ഉള്ളൂ. നമുക്കോ 2 മുറി. ചോദ്യം എത്ര മുറിയാ? 2 മുറി. ഓക്കെ. എത്ര മുറിയുണ്ട്? 2 മുറി. മുറിക്കെണ്ണം ഞാൻ കൂട്ടാൻ പോവാ. വെയിറ്റ്. പക്ഷെ ഇവരുടെ വീട് വഴികൾ തമ്മിൽ നിങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ വ്യത്യാസം ഉണ്ടെങ്കിലും എന്നെ കർത്താവ് കാണിക്കും നിങ്ങളുടെ റോഡുമായി ബന്ധപ്പെട്ട് ഈ റബ്ബറും തോട്ടം പോലൊക്കെയുള്ള റബ്ബറും തോട്ടം ഈ മരങ്ങളെല്ലാം നിൽക്കുന്ന ആ ഒരു ഏറിയ കാണിക്കുന്നത്. ഉണ്ട്. അങ്ങനെ ഒരു ഏറിയ കാണിക്കുന്നത് ഇവരുടെ ഒരു മിനിറ്റ്. ഈ സ്ഥലത്തിന്റെ പേരെന്നാ? ഈ പോത്തൻകോടിനുണ്ട് അകത്ത് എന്തുവാ? കരിക്കെന്ന് കണ്ടു. നരിക്കെന്നായിരുന്നു. കരിക്കെന്നാ മുമ്പേ വന്ന കരിക്ക്. എന്തുവാടേ നരിക്ക് അറിയാവോ? ഇല്ല, കേട്ടിട്ടുണ്ട്. എന്തിന് ഞാൻ അങ്ങനെ കണ്ടു. ഞാൻ ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കോണം. ഞാൻ 2 പേരുടെയും വീടിൻ്റെ വഴികളിൽ എത്തണം. എനിക്ക് നിങ്ങൾ 2 പേരുടെ മേളിൽ കിടക്കുന്ന ശാപത്തെ ഇന്ന് മുറിക്കണം. ഏതോ ഒരു വിഷയമല്ലോ. നിങ്ങൾ ഇങ്ങനെയുള്ള മീറ്റിങ്ങിന് പോയിട്ടുണ്ടോ? ഉണ്ട്. അതെവിടാ പോയിട്ടുള്ളത്? അതാര് നടത്തിയതാ? ജോൺ തരൂർ. എനിക്കൊരു ശകല തെറ്റുകയല്ല. നിങ്ങൾ 2 പേര് തമ്മിൽ സാമ്യമുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളോട് ഇതിനെ സംസാരിച്ചിട്ട് വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ 2 പേരെ നിൽക്കും ആ വ്യക്തിയാ കാണുന്നത്. നിങ്ങൾ 2 പേരും ഒരേ വ്യക്തികളുടെ അടുക്കലാണ് പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുന്നത്. ഇവരെവിടെ പോയെന്നറിയാം? ചോദ്യം. APC-കാർക്കെങ്കിലും ദഹിക്കാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഗെറ്റ് ഔട്ട്. ഒരു സുഖം. ഒരു സുഖം. എൻ്റെ ചോദ്യത്തിന് ഉത്തരം എന്താണ്? നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വെള്ളക്കെട്ടാണോ അതോ ബാക്ക്? എൻ്റെ വീട്ടിൽ വെള്ളം. നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേരെന്തോ? അവിടെ വെള്ളക്കെട്ടാണ്. എൻ്റെ വീട്ടിന്റെ ഫ്രണ്ട് ആറാ എൻ്റെ വീട്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലോ സൈഡിലോ കണ്ടമോ അങ്ങനെ വല്ലോ? വയലുണ്ട്. രണ്ടും ഏകദേശം ഒരുപോലെയാണ് പോകുന്നത്. കർത്താവ് എന്നോട് ഇങ്ങനെ പറയാൻ, ഞാൻ ഇനി കാണാൻ ശ്രദ്ധിച്ചോണം. നരിക്കിൽ നിന്ന് കയറാൻ പോവാ. വീട്ടിലോട്ട് വരുവാ. വരുവാ. പാം പാം എൻ്റെ കൂടെ വരുന്നോ? എത്ര പേര് വരുന്നു? വരാൻ നിങ്ങൾ തയ്യാറെടുത്താൽ നിങ്ങൾ അപ്പോഴേ പ്രവാചക മാൻഡിൽ നിങ്ങളുടെ മേൽ വീഴുക. വരുന്നോ? ആരോടും ചോദിക്കല. വരുന്നോ? എഴുന്നേക്ക്. വരുന്നോ? വരാനെന്നോ? നിങ്ങൾ പ്രവാചകനാ.
നിങ്ങളങ്ങ് ഇരുന്ന്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരി. ആ പുള്ളി മാത്രം എഴുതി. നിങ്ങൾ പ്രവാചകനാ. നിങ്ങളെ അംഗീകരിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ ഉറച്ച ഒരു പ്രവാചകനാണ്. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു പേര് എന്തോ പേര്? ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പേര് എന്തോ പേര്? ഷൈജു. ഷൈജു. നമ്മുടെ ഹസ്ബൻഡിന്റെ പേര് സഞ്ജു. ഷൈജു, സജീവ്, സഞ്ജു, പിന്നെ സുമ. ആ സഭക്കാരെങ്കിലും വന്നിട്ടുണ്ടോ? ഒരു സഭക്കാരുടെ പേര് പറയാം. എവിടെ വന്നിട്ടുണ്ടോ? ഷാരോൻ. ആരാ? അതണ്ട അവരുടെ സഭയാ. എന്താ പേര്? ഷാരോൻ. നിങ്ങളുടെ പേരെന്നാ? സഞ്ജു. അതാരാ? ഹസ്ബൻഡാണോ? വായിവിടെ. എടാ ഇതുപോലെ തന്നെ ഇങ്ങനെ സായാമയി സീരട്ടകളോ? വായിവിടെ. കണ്ടോ എനിക്ക് തെറ്റുകയല്ല. കണ്ടോ സയാമയി സീരട്ടകളാ. എനിക്ക് തെറ്റുകയല്ല. വന്നിരുന്നേ അങ്ങോട്ട് വന്നു. എന്താ വാള എന്ത് ചുമ്മാ കുറെ വെളിവുകേട് എഴുതരുത്. ആത്മാവിലേക്ക് വാ. ആത്മാവിലേക്ക് വാ. സഞ്ജു, ഷൈജു, സജീവ് എന്ത് ജോലി ചെയ്യുന്നു? ഞാൻ കോൺട്രാക്ട് വർക്ക്. നമ്മളോ? കോൺട്രാക്ട് വർക്ക്. കോൺട്രാക്ട് വർക്കാ. ഷൈജു ബ്രദർ ഇങ്ങി വാ. എന്തിനാ അവിടെ നിൽക്കുന്നത്? ഇങ്ങി വാ. ഇവിടോട്ട് നിന്നു. എല്ലാവരും ഇവിടെ നിരനിരയായിട്ട് ഇവിടെ നിൽക്കുക. നിങ്ങൾ അങ്ങ് ഇരുന്നോ. നിങ്ങൾ എല്ലാവരും അങ്ങ് ഇരുന്നോ. എന്ത് രസം. വളരെ മനോഹരമായിരിക്കുന്നു. ഷൈജു ബ്രദറെ, ഒരു വീട് പണി പൂർത്തീകരിക്കാൻ പോവാം. നിങ്ങളുമായി ബന്ധപ്പെട്ട് കർത്താവ് എന്നോട് അങ്ങനെ പറയാൻ പറയുന്നു. വീടുണ്ടോ ഷൈജു ബ്രദറെ? വീടുണ്ട്. പൂർത്തീകരിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നെ പരിശുദ്ധാത്മാവ് കാണിച്ചതാ. വീട് പണി പൂർത്തീകരിക്കാൻ പോവാം. 1 എന്നെ കർത്താവ് കാണിച്ച. 2 പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു. കബളിപ്പിച്ചുകൊണ്ട് പോയത് ദൈവം തിരികെ തരുമെന്ന് പറയാൻ പറഞ്ഞു. 1, 2 ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട ആളല്ല ഷൈജു ബ്രദർ. ഷൈജു ബ്രദർ ഇങ്ങനെയൊന്നും അല്ല ആകേണ്ടത്. ഷൈജു ബ്രദർ എന്ന് പറയുന്ന ആൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാൻ പറ്റത്തില്ല. പക്ഷെ പിശാച് വെല്ലുവിളി ഉയർത്തി നഷ്ടപ്പെടുത്തിയതിനെ 2025 ദൈവം നിന്റെ കയ്യിൽ മടക്കി തരും. അത് മാത്രമല്ല ഷൈജു ബ്രദറെ, ഒരസാധാരണ ഒരു പ്രത്യേകതര ശുശ്രൂഷയുടെ കയ്യിലുണ്ട്. അതൊരു പ്രവാചകന്റെ റോള് നിങ്ങളുടെ കയ്യിലുണ്ട്. ഷൈജു ബ്രദർ എത്ര പിള്ളേരാ? 2 പേര്. നമുക്ക് എത്ര പേരാ? 2. നമുക്ക് 1 ഉള്ളൂ. ഒന്നുകൂടെ. നാം ഒന്നിനും കുറവില്ലാത്തവരാകണം. നമ്മുടെ വീട് പൂർത്തീകരിച്ചോ? ഇല്ല. നിങ്ങളുടെ പൂർത്തീകരിച്ചിട്ടില്ല. നിങ്ങളുടെ ഷൈജു ബ്രദറിന്റെ പൂർത്തീകരിച്ചു. നമ്മുടെയോ? ഇല്ല. 3 സെറ്റ് ചെയ്യാൻ പോവാ. എത്ര മുറിയുണ്ട്? 2 ബെഡ്റൂം. 4 ബെഡ്റൂം. ഇരട്ടിയുണ്ട്. 2 നിലയാണോ? 1 നിലയാണോ? 4 ബെഡ്റൂം. പരിശുദ്ധാത്മാവിനോട് പറയും. നിങ്ങളുമായി ബന്ധപ്പെട്ട പരിശുദ്ധാത്മാവിനോട് ഒരു ഞാൻ കാണുന്നൊരു നമ്മുടെ ഈ 3 പേര് നിങ്ങളുടെ ഒരു ചെറിയ കയറ്റം കയറി പോകുന്നത് നിങ്ങളുടെ വീട്ടിലോട്ടാണോ? ഒരു ചെറിയ കയറ്റം കയറിയാ പോകുന്നത് നിങ്ങളുടെ വീട്ടിലോട്ടാണ് പോകുന്നത്.
ഷൈജു ബ്രദറിന്റെ അവിടെ കയറ്റം വന്നല്ലോ. ആന്ന്, ആന്ന്. ആന്നു. ഷൈജു ബ്രദറിന്റെ വീട് എവിടാ? മന്ത്രി സൈച്ചറിയാൻ്റെ വീടിനടുത്താ. സൈച്ചറിയാൻ്റെ അടുക്കല കൊഴുവല്ലൂര് അല്ലേ? യോ, നിങ്ങളുടെ ഒരു കയറ്റം കയറിയാ പോകുന്നത്. ഇനി ശ്രദ്ധിച്ചോണം. ഷൈജു ബ്രദറിന്റെ വൈഫിന്റെ പേരെന്നാ? മിൻസി. എന്തോ? മിൻസി. 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 ഓക്കെ, ബിൻസി എന്നാ എൻ്റെ മുന്നേ തെളിഞ്ഞത്, അതുകൊണ്ട് ചോദിച്ചാൽ മിൻസി. ശരി. വസ്തുവിൻ്റെ മേൽ കിടക്കുന്ന കുരുക്ക് ഇന്ന് ദൈവം പൊട്ടിക്കും. ആ വസ്തു നഷ്ടപ്പെട്ടു പോകത്തില്ല. ഞാൻ കാണുന്ന കാഴ്ച പറയാം. ആ വസ്തു നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകത്തക്ക രീതിയിലായി ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ആണോ? അതെ. അതെ. പക്ഷെ അത് ഞാൻ കാണുന്ന കാഴ്ച പറയാം. ഒരു കയറ്റമൊക്കെ കയറി മുന്നോട്ട് കയറി ചെന്ന് നിരപ്പുള്ള സ്ഥലത്ത് ചെന്ന് എന്നെ കർത്താവ് കാണിക്കുന്ന ഒരു വലത്തോട്ടൊരു വഴി കാണിക്കുന്നു. ആ വഴിയാണോ കയറേണ്ടത്? ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വലത്തോട്ടൊരു വഴി കാണിക്കുന്നു. വലത്തോട്ടാണ് കാണിക്കുന്നത്. വലത്തോട്ട് വഴി കയറി കാണിച്ചിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നൊരു കാഴ്ച പറയാം. അവിടെ ഒരു 1, 2, 3, 4, 5ഓളം വീടുകളുണ്ട്. ഉണ്ടോ? ഉണ്ട്. 5ഓളം വീടുകളിരിക്കുന്ന 3ാമത്തെ വീടാണോ നിങ്ങളുടെ വീട്? 2 ഇടയിലാണ്. 2 ഇടയിൽ. 1, 2, 3. 3ാമത്തെ വീട്. കർത്താവ് എന്നെ അങ്ങനെ കാണിക്കുന്നു. എന്നോട് പറയുന്നു, ഇത് നഷ്ടപ്പെട്ടു പോകത്തില്ലെന്ന് പറയുന്നു. കർത്താവിനോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ. നിങ്ങൾ എന്ത് ഷൈജു ബ്രദർ എന്ത് കോൺട്രാക്ട് വർക്കാണ് എടുക്കുന്നത്? ഞാൻ വീടിൻ്റെ അടുത്തിരുന്ന് ഇപ്പം നിർത്തി. പിന്നെ ഇപ്പം തടിയുടെ. ഓക്കെ, നിങ്ങൾ എന്ത് കോൺട്രാക്ട് എടുക്കുന്നത്? വീടിൻ്റെ എടുക്കുന്നത്. 2 പേരും വീടിൻ്റെ എടുക്കുന്നത്. നിങ്ങളുടെ ഏകദേശമൊക്കെ അടഞ്ഞിരിക്കുക. വാതിലുകളൊന്നും തുറക്കാൻ മേലാതവണ്ണം അടച്ചിരിക്കുക. 2 പേരോടും വിശ്വസിക്കാൻ തയ്യാറാണോ? ഉറപ്പാണോ? ഒരു 2 നിലയുമായി ബന്ധപ്പെട്ട് ഒരു വർക്ക് 2 പേരുടെ കയ്യിൽ വരാം. നവംബർ മാസത്തിൽ കിട്ടേണ്ടത് ഈ ഫെബ്രുവരിയോട് ദൈവം കരങ്ങളിൽ തരും. ഷൈജു ബ്രദറെ, ഒക്ടോബറിൽ കിട്ടേണ്ടത്, ഒക്ടോബറിൽ നഷ്ടപ്പെട്ടു പോയത്, പ്രതീക്ഷ വെച്ചത്, അത് മാറിയത് ഈ ഫെബ്രുവരി ആദ്യം സൈൻ ചെയ്യുന്ന പരിശുദ്ധനാ പറയാൻ പറയുന്നത്. നിങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർ 2 പേരും ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഒരു വീട് പണി നടക്കാൻ പോകുന്നത് കർത്താവിനോട് പറയാൻ പറയുന്നു. കഴിഞ്ഞ 3 വർഷമായി പെൻഡിങ് ആയി കിടന്നത് ദൈവം റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പറയാൻ പറയുന്നു. ഗവൺമെന്റിൽ നിന്ന് ഒരു പേപ്പർ സൈൻ ആകുന്നെന്ന് പറയാൻ പറയുന്നു. നിങ്ങളുടെ മകനുമായി ബന്ധപ്പെട്ട ഒരു യാത്രയ്ക്ക് തയ്യാറായിക്കോളാൻ പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയും. നിങ്ങളുടെ മകൾ കർത്താവിനോട്, നിങ്ങളുടെ മകൾ ഒരു ടെസ്റ്റ് എഴുതുന്നു, പാസ്സാകുന്നു. ആ ടെസ്റ്റ് പാസ്സായി പരിശുദ്ധാത്മാവിനോട് വെളിയിലത്തേക്ക് ഒരു യാത്രയ്ക്ക് തയ്യാറായിക്കോളാൻ പറയാൻ പറയും. സിസ്റ്റർ, ഡോണ്ട് ക്രൈ, വിഷമിക്കരുത്. ഇത് നിങ്ങളുടെ വിടുതലിന്റെ ദിവസമാണ്. കർത്താവ് എന്നെ അങ്ങനെ കാണിക്കുന്നു. നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ടെല്ലാം ഭയങ്കര. നിങ്ങളുടെ വീടിന്റെ പെയിന്റ് ഏതാ അടിച്ചേക്കുന്നത്? 3-4 കളറുണ്ട്. ഒരു ഇളം മഞ്ഞ പോലത്തെ മഞ്ഞയുണ്ട്. അതെന്നെ എങ്ങനെ കർത്താവ് കാണിക്കുന്നു? പിന്നെ ഏതാ ഉള്ളേ? ഷൈജു ബ്രദറിന്റെ വീടിന്റെ പെയിന്റ് ഏതാ? ഓറഞ്ച്. ഇങ്ങനെ കണക്ട് ചെയ്യും. ഷൈജു ബ്രദറെ, ഈ വർഷം, അതായത് എന്നോട് കർത്താവ് പറയുന്നു, 23, 24 നഷ്ടങ്ങളുടെ വർഷമായിരുന്നു. 23, 24 നഷ്ടങ്ങളായിരുന്നു. പക്ഷെ ഈ 2 നഷ്ടങ്ങളെ 25 പിടിച്ചെടുക്കും. നഷ്ടപ്പെട്ടതിന് എല്ലാം തിരികെ വരും. ഷൈജു ബ്രദർ, ഈ തവണ നഷ്ടങ്ങളില്ല എന്നെ കർത്താവ് കാണിക്കുന്നു. മാർച്ച് മാസം, മാർച്ചുമായിട്ട് എന്തെങ്കിലും ബന്ധം നിങ്ങളുടെ മേൽ കിടപ്പുണ്ടോ? മാർച്ചായിട്ട് 3-ാം മാസം
പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് 3-ാം മാസമായിട്ട് വീട്ടിൽ ആർക്കോ ബന്ധമുണ്ട്, പക്ഷേ തപ്പി നോക്കിയാൽ മതി. ഓക്കെ, പക്ഷേ 3-ാം മാസത്തോടു കൂടി റീസെറ്റ് ചെയ്യും മൊത്തം. തടി പരിപാടികളൊക്കെ താൽക്കാലികമാണ്, അതിൻ്റെ അകത്തോടൊന്നും പെട്ടെന്ന് രക്ഷപ്പെടൽ നടക്കത്തില്ല. പക്ഷേ ഈ വീണ്ടും ഈ കോൺട്രാക്റ്റ് വഴി തന്നെ രക്ഷപ്പെടും. എന്നെ കർത്താവ് കാണിക്കുന്നത് ഒരു ടെമ്പോ കരങ്ങളിൽ വരും, സംശയമില്ല. ഒരു 4 വീലർ, അത് സ്വപ്നവാ, അത് കരങ്ങളിൽ വരും. 9-10 കാർ എടുത്ത് മൊത്തം നഷ്ടത്തിൽ വന്നെന്ന്. എന്നെ കർത്താവ് 4 വീലർ ഒരു സ്വപ്നവാ, അത് കരത്തിൽ വന്നിരിക്കും. വാഹനത്തിന്റെ മേൽ കിടക്കുന്ന ശാപത്തെ, വാഴിക്കത്തില്ലെന്ന് പറഞ്ഞ ശാപത്തെ യേശുവിന്റെ നാമത്തിൽ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു. വീടിന്റെ മേൽ വാഴിക്കത്തില്ലെന്ന് പറഞ്ഞ ശാപത്തെ, ജോലിയുടെ മേൽ വാഴിക്കത്തില്ലെന്ന് പറഞ്ഞ ശാപത്തെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്യുന്നു. നിങ്ങൾ നഷ്ടത്തിലേക്കാണ് ചെയ്യുന്നതെല്ലാം പോകുന്നത്. ലാഭമില്ല, ഓടുന്നു, പക്ഷെ നഷ്ടവുമാ. അതെ, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു 3-ാം മാസം, മാർച്ച് മാസം ലാഭത്തിലേക്ക് കയറാൻ തുടങ്ങും. നഷ്ടമില്ല, ലാഭം. ഒരു ജപ്തിക്കും നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. സകല ജപ്തികളെ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ കരം ചലിക്കും. പ്രാർത്ഥിച്ച് റിലീസ് ചെയ്യുന്നു. അത്ഭുതമായി തീരട്ടെ. കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. സ്നാനപ്പെടുക നിർബന്ധമാണ്. അത് ചെയ്യുക. ആത്മാവിൻ്റെ കൂട്ടായ്മയിൽ എന്തോ ചെയ്യുക, പോവുക. അതേ ഉള്ളൂ രക്ഷപ്പെടാനുള്ള മാർഗം. വേറെ ഒരു മാർഗവും ഇല്ല. നിങ്ങളത് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ചെയ്തിട്ടില്ല, അതെനിക്ക് മനസ്സിലായി. കർത്താവ് എന്നോട് ഇങ്ങനെ പറയുന്നു, മകനുമായി ബന്ധപ്പെട്ടൊരു ജോലി എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ജോലി നടക്കും, ആ ജോലി കിട്ടും. ആ ജോലി കിട്ടുക മാത്രമല്ല, എഴുതിയിട്ടോ ഒരു പട്ടാളക്കാരനായിട്ട് നിങ്ങളുടെ മുന്നേ വന്നവൻ നിൽക്കും. അത് ഉറപ്പിക്കും. പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യും. ഷൈജു ബ്രദറെ, കർത്താവ് കൂടെയുണ്ട്. ഒരു പ്രവാചക ശുശ്രൂഷയുണ്ട്. ദൈവം അയക്കുന്നിടത്ത് പോവുക, സാക്ഷ്യങ്ങളെ പറയുക, ഭൂമിയുടെ അറ്റത്തൊക്കെ സാക്ഷിയാകുക. ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ വെക്കുക. പൗലോസ് കൂടാരപ്പണി ചെയ്തും ശുശ്രൂഷ ചെയ്തെങ്കിൽ നിങ്ങൾ കോൺട്രാക്ട് വർക്ക് ചെയ്ത് ശുശ്രൂഷ ചെയ്യുക. അവരിവരും പറയും നിർത്തിക്കോ, നിർത്തരുത്. കോൺട്രാക്ട് വർക്കും ശുശ്രൂഷയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ തയ്യാറായിക്കോ. നിങ്ങളുടെ മേൽ കിടക്കുന്ന വിളി അതാ. വിളിക്കനുസരിച്ച് പോവുക. ഇപ്പോൾ തന്നെ ഇവിടെ വെച്ച് ഏലീശയുടെ മേൽ കൈമാറിയതുപോലെ നിന്റെ മേൽ ഒരു ശുശ്രൂഷ കൈമാറാൻ പോവാ. ഒരു പ്രവാചക ശുശ്രൂഷ കൈമാറാൻ പോവാ. നീ അതിൽ പിടിച്ചു കയറും. പേരുകൾ വിളിക്കുന്നവനാകും, അഡ്രസ്സുകൾ പറയുന്നവനാകും. അതിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ മേൽ റിലീസ് ചെയ്യുന്നു. റിലീസ് ആകട്ടെ. ഇന്നു മുതൽ നീ പ്രവാചക ശുശ്രൂഷ ചെയ്യും. പൈസയ്ക്ക് വേണ്ടി ചെയ്യരുത്, പക്ഷെ തരുന്നത് നീ വാങ്ങിച്ചോണം. പൈസ ഇത് പൊതുപ്രയോജനത്തിന് വെച്ചിരിക്കുന്നു. പൊതുപ്രയോജനം ഉപയോഗിക്കുക. അനേകായിരം പേരെ നേടുക. യേശുക്രിസ്തുവിനെ നരകത്തെ കൊള്ളയടിച്ച് സ്വർഗത്തെ കുത്തി നിറയ്ക്കുന്ന ഒരു അഭിഷേകം നിറയട്ടെ. ഓൺലൈനിൽ കാണുന്ന ഒരു ശ്രദ്ധയ്ക്ക്, ചൊവ്വാഴ്ച തിരുവല്ല, വെള്ളിയാഴ്ച ചെങ്ങന്നൂര്, വ്യാഴാഴ്ച എറണാകുളം, ഞായറാഴ്ച ചെങ്ങന്നൂര്.
അവൻ വാഴും. പ്രാർത്ഥിക്കുന്നവൻ തീച്ചൂളക്കകത്ത് വാഴും. പ്രാർത്ഥിക്കുന്ന സിംഹക്കുഴിയിൽ വാഴും. പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ കഴിയത്തില്ല. അവൻ വാഴും.